അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ചാലഞ്ച് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലേ വെച്ചിട്ടുള്ള ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാരും വൈറ്റ് ടീ-ഷർട്ട് ഇട്ടേക്കണ എന്തിനാണെന്നറിയോ? ക്ലേയിൽ നിന്ന് കുളിച്ച് മരിക്കും ഇല്ലേ? ഇല്ല, ചെളിയെല്ലാം വാങ്ങിച്ചിട്ടൊന്ന് അനന്തിച്ചാനാണ് ചെളിയല്ല ക്ലേ. അപ്പൊ ക്ലേ ആയതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് ഒന്നും ഇല്ല, ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കാം. നല്ലവണ്ണം ചെയ്യുന്നവർക്ക് സമ്മാനം. ഇവരെപ്പോഴും എന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും തോക്കും. അത് ട്രിക്ക്. ആനി ആദ്യം ജയിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് എല്ലാം കൊടുക്കും, എന്നിട്ട് നമ്മൾ ആനി തോപ്പിക്കും. ഇല്ല അനന്തിച്ചാ? അപ്പൊ ഇന്ന് ഞാൻ തന്നെ ജയിക്കും. നോക്കി കാണാം, കണ്ടിരുന്ന് കാണുക 9:30. അപ്പൊ നമ്മൾ ഈ ബോർഡിലാണ് നമ്മുടെ ക്ലേ മോഡലിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വെച്ചുള്ള ചാലഞ്ച് എടുക്കുന്നത് അല്ലേ? നമ്മൾ പിന്നെ എന്തിനു പുറത്തിരിക്കും? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമോ? തോക്കുമോന്നൊരു പേടി. അനന്തസാന്റെ മനസ്സിൽ പല ഐഡിയാസും ഉണ്ട്, അഭിന്റെ മനസ്സിലും പല ഐഡിയാസും ഉണ്ട്. ഞാൻ അതിലൊരു പൊളിക്കും. എന്ത് ചെയ്യണം, എന്ത് ഐഡിയ കൊണ്ടുവരണം, അതിലാണ് കാര്യം. ആരൊക്കെ ഐഡിയ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടറിഞ്ഞ് കാണും ഗൈസ്. ആർക്കൊക്കെ ബുദ്ധിയുണ്ട്, ആർക്കൊക്കെ വിവരം ഉണ്ടെന്നൊക്കെ. ഞാൻ ഫുൾ ആർട്ടാണ് ഗൈസ്. അപ്പൊ ക്ലേ പോരട്ടെ. ഇതില്ലേ ഇപ്പൊ സദ്യ ഇരിക്കാൻ വേണ്ടിട്ട് ഇരിക്കത്തില്ല, അതുപോലെ ഇരിക്കുന്നു ഇലയെ വിരിച്ചിട്ട്. അപ്പൊ നമ്മുടെ ക്ലേ എല്ലാം വന്ന് ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആരംഭിക്കലാമാ? തുടങ്ങാം ഗൈസ്. ഇഷ്ടമുള്ള എമൗണ്ട് നമ്മൾ വേണം എടുക്കാൻ. എടാ എനിക്കിത് ചേരത്തില്ല, ഞാൻ വേറെ എടുത്തിട്ടാണ് കേട്ടോ. പെർസടാ. ഓ, അനന്തസാന്റെ ഇഷ്ടം പോലെ. ഞാൻ എന്റെ ഷെയർ എടുക്കുന്നു. എനിക്കറിയാം തൂക്കി വെച്ചാ നല്ല വെയിറ്റ്. കേൾക്കാത്ത പോലെ ഇരിക്കാം. തൂക്കിത്താ. എന്താ ആരോ പറഞ്ഞു ഒറ്റയ്ക്ക് ചെയ്യണോ? ഗൈസ് തൂക്കി വെച്ചേ ഉള്ളു, കൈയെല്ലാം പോയി, വേറെ എവിടെ കൈയിട്ട പോലെ ഇരിക്കും. പക്ഷെ ഇത് സുഖമുണ്ട്. ഇളക്കി വരുമ്പോ തന്നെ ഒരു ദിവസം ഒരു ഡൗട്ടാണ്, ഇതിൽ വെള്ളം മിക്സ് ആണോ ചെയ്യുന്നത്? അവർ കമന്റിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. നീ ചെയ്തോ. ഞാനിത് എന്ത് ചെയ്യുന്നത്? പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം മാക്സിമം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ഞാനിത് എന്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ഇവ രണ്ടിലും എന്തൊക്കെയോ ചെയ്ത് എനിക്ക് മനസ്സിൽ ഒരു സബ്ജക്റ്റും ഇങ്ങനെ കട്ടയ്ക്കൊന്ന് കളിമണ്ണെ ഞാൻ ചപ്പി നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ എന്താ ചെയ്ത്? ഞാൻ ഒരു സാധനം മൈൻഡിലുണ്ട്, അവസാനം ഇത് എന്താവും അറിയത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വേറെ സാധനമാണ്, പക്ഷെ ഉണ്ടാക്കി തീരുമ്പോ അത് വേറൊരു സാധനമായി. ഭയങ്കര കട്ടി സാധനം, വരയ്ക്കാനും ഭയങ്കര പാട്. ഗൈസ് പ്ലാനിൽ ചെറിയ വ്യത്യാസമുണ്ട്, ചെയ്യാൻ പാടായതുകൊണ്ട് വേറെ രീതിയിൽ ചെയ്യുന്നു ഗൈസ്. 2 കമ്പൊക്കെ എടുത്താണ് ചെയ്യുന്നത്. കബാബ് ചെയ്യുന്നു. കബാബ് ചെയ്താലോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഊഹം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടതാണ്? എനിക്ക് കിട്ടി മല. ഗൈസ് എല്ലാരും ചെയ്യുന്ന ഇതിലിരിക്കുന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല. ജയിക്കാനുള്ള ട്രിക്കാണെന്ന് അറിയാം, പക്ഷെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എന്തിനാ ഉണ്ടാക്കണത് ഞാൻ കണ്ടുപിടിച്ച്. അവനായി നമുക്കിത് ഈ സ്റ്റേജ് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ട്രിവാൻഡ്രം പീപ്പിൾസിന് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളെല്ലാവരും പോയി ശംഖുവും ബീച്ച് സ്റ്റാച്ചു അടിച്ചു നോക്കിയാൽ ഈ സ്റ്റാച്ചു ആയിരിക്കും വരുന്നത്. എന്റെ സ്റ്റാച്ചു അല്ല, ഒറിജിനൽ സ്റ്റാച്ചു ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു ഇവിടെ. നിങ്ങൾക്ക് ഇപ്പൊ അത് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഒരാളിനെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാനിപ്പോ പറയുന്നില്ല ആരാണെന്ന്, നിങ്ങൾ വഴിയെ കണ്ട് മനസ്സിലാക്കും. ചിലപ്പോ അത് വന്നില്ലെങ്കിൽ ആളെ മാറ്റാലോ. ഭയങ്കര കഷ്ടമായിപ്പോ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അവരേശം മലയും ആളൊക്കെ എത്ര വലുതായിട്ടൊക്കെ ചെയ്ത് വെച്ച് തുടങ്ങിയേ ഉള്ളൂ. എപ്പൊ തീരുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ 3 മണിക്കൂർ സമയമുണ്ട്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ടൈം. എക്സാമിന് പോലെ ഇത്ര ആത്മാർത്ഥതയോടെ എല്ലാരും ചെയ്യുമെന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ
ഒന്നും ആവുന്നില്ല വെള്ള കളറിൽ. അപ്പൊ സ്റ്റേജ് ചെയ്ത് ഏകദേശം ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഏകദേശം എത്തി. ഞാൻ തുടങ്ങിയേ ഉള്ളൂ. ഈ സാധനം ഉണ്ടാക്കാനില്ല. മറ്റേ ഈ പൈപ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഭയങ്കര ടഫ് ആയിരിക്കുന്നത്. ഒരു 70% റെഡിയായി. എന്താ അതിന് എന്താ അത് ചെയ്യാ ഒരു പക്ഷെ അതൊരു ഹണി റോസാ. കുറച്ചൊക്കെ പയ്യെ ഇത്ര വലുതായിട്ട് സൂചിക്കണ്ട കേട്ടോ. തടവി വിടണം എന്താ നമുക്ക് പറഞ്ഞു വിടാൻ സമയമായി. അനന്തനാണെങ്കിൽ പണി കൂടുതലാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. തെറ്റ് ചെയ്യാത്തതായി ആരാ ഉള്ളത്? ഞാൻ തിരിക്കുമ്പോ നിങ്ങള് വാവ് അടിക്കണം. അതാണ് എന്റെ പ്ലാൻ. എനിക്കും തടവാൻ കേട്ടോ. അതൊക്കെ തടവിട്ട് എന്ത് കിട്ടാൻ പിന്നെ എന്താ ഉദ്ദേശിച്ച സാധനം എന്താ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ രാത്രി വരെ കാണുക. ഇവരുടെ രാത്രി വരെ കാണും. ഞാൻ A4 ആപ്പിൾ വെച്ചിരിക്കുക. ഏതന്നെ അത് മിണ്ടായി സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് അത് ഇങ്ങനെ പെണ്ണില്ലെങ്കിൽ സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. വല്ല അനന്തുജാന്റെ ടീമിൽ ചേർന്നാൽ മതിയായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ ഒരു ടോക്ക്. സുഖം പിടിക്കാനാണോ? ഒറ്റയ്ക്ക് ചെയ്യുന്ന കാണുമ്പോ സങ്കടം വരുന്നു ഉള്ളിൽ എവിടേക്കും. ഞാൻ ഉദ്ദേശിച്ച ആളെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷെ മനസ്സിലായ നിങ്ങളൊരു നെട്ടോ. ശരിക്കും എന്നെ ഫേസ് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ്. ഫേസ് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ ഫേസിലോട്ടൊന്നും പോവാത്ത. കുറച്ച് വേറെ രീതിയിൽ അങ്ങനല്ലേ ആ തിരി നേരത്തിൽ പൂജയിൽ ഇരുട്ട് റൂമിലെ LED ലൈറ്റ്. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നടക്കും. ചില കാര്യങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നടക്കും. നീ ഇപ്പൊ ഇതെന്ത് വിചാരിച്ച് പറയുന്നു? നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങള് നമ്മൾ ഓർമ്മയിലിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ നിറയെ ക്ലേ ഇരുന്നപ്പോ നമ്മൾ എങ്ങനെ തീരുന്നായി കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി മുക്കാലി ഞാൻ എടുത്ത് രണ്ടുപേരെ താരാണ് അവിടെ ഇരിക്കണത്. എന്റെ മല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മല കൂടെ വച്ച സെറ്റ്. എന്റേത് ഏകദേശമായിട്ടുണ്ട് ഗൈസ്. എനിക്ക് കഴിഞ്ഞു ഗൈസ്. ഞാൻ ഒരു ഫിനിഷിംഗ് ടച്ച് മാത്രം ഇങ്ങനെ എല്ലാത്തിനും കൂട്ടി വിളിക്കും. ഇത് മാത്രം കൂട്ടി വിളിക്കുന്നില്ല. ഒറ്റക്കിട്ട് ചെയ്യുന്നു. ഞാൻ വരട്ടെ ഫിനിഷ് ചെയ്ത് തരാം. വേണ്ട ഒരാൾ മതിയടാ. പാച്ച് വർക്ക്. ഇപ്പോഴത്തെ പോലെ ഞാൻ നേരത്തെ അത് എല്ലാ ചലഞ്ചിലും അന്തോച്ച അങ്ങനെയാണ്. എന്ത് ചെയ്താലും 1 സെക്കൻഡിന്റെ ആളാണ്. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് ഗൈസ്. അനി നീ മാത്രം തന്നെ ചെയ്യാറുണ്ട്. 2 മിനിറ്റ് മാക്സിമം. ഓ ടൈറ്റാനിക്കിൽ ജാക്ക് പടം വരച്ച സീനില്ല. ഞാൻ ഇവിടെ ഒരു കലാകാരി എഴുതപ്പോ അവന്മാർക്ക് സീന്. ജോലി ചെയ്യേണ്ട എല്ലാത്തിനും കൂട്ടി വിളിക്കുന്നത്. ഇതിന് മാത്രം കൂട്ടി വിളിച്ചില്ല. നിന്റെ സമയം കഴിഞ്ഞ് ഈ സാധനം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തോച്ചാന് പെട്ടെന്ന് പെട്ടെന്നായി. ഇതിന് സമയം ചെയ്യുന്നു 3 മണിക്കൂറായി. അൺസ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നല്ലപോലെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം. എത്ര മണിക്കൂർ? 3 മണിക്കൂർ നമ്മൾ ഉണ്ടാക്കിയ സാധനം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഗാന്ധിജിയാണ്. ഞാൻ ഗാന്ധിജിനെ എടുക്കാൻ കാരണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരാളാണ് ഗാന്ധിജി. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ ഒരാളിലൂടെയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആളിനെ നമ്മൾ വീട്ടിലെങ്ങനെ വച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനത്തോടു കൂടി പറയുന്നു. ഞാനത് ഉണ്ടാക്കിയത്. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് മത്സ്യകന്യാണ്. ഞങ്ങൾ ക്ലേ വാങ്ങിക്കാൻ ഫസ്റ്റ് പോയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്ത് ഒരു ബീച്ചിൽ ഈ സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ അതിനെ ചെയ്യാന്ന് ഞാൻ അവിടെ പോയപ്പോഴേ പറഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും ക്ലേ ഒക്കെ വെച്ച് ഒപ്പിച്ച് സെറ്റ് ആക്കാന്ന്. പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. നല്ല രീതിയിൽ ആസ്വദിച്ച്
കുറെ ഹാർഡ് വർക്ക് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല പെർഫെക്ഷൻ വന്നില്ല. അവിടെ അവിടെ ആയിട്ട് മുഖത്തിലൊക്കെ കുറച്ച് ചുളിവും വളവൊക്കെ ഉണ്ട്. മനുഷ്യരായ ചുളും വളവൊക്കെ വരും. അത് തന്നെ സൂപ്പർ ആയിരിക്കുന്നു. അതെന്തൊരു എക്സ്പ്രഷൻ. ഗൈസ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്ന്. കാരണം ഡിജൻ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന പാരീസ് ആയിരുന്നു. പാരീസ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു പോലും കിട്ടിയില്ല. പിന്നെ ഒരു ഈഫിൽ ടവർ ഉണ്ടാക്കി, ഒരു റോഡ്, കാറ്, മരം, മല എല്ലാം സെറ്റ് ചെയ്ത് പൊളി. ഗൈസ് എനിക്കിപ്പം ഫസ്റ്റ് ഓർമ്മ വന്ന പാരീസ് ആണ്. അതാണ് ഞാൻ പാരീസ് ചെയ്തത്. ഗൈസ് അവിടെ പോകണമെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റും ഗൈസ്. കണ്ട എന്റെ പാരീസ് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? അപ്പൊ ഞങ്ങള് ഉണ്ടാക്കിയ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കാര്യം മത്സ്യകന്യയാണ് എല്ലാരും ചെയ്ത വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ ഡ്രീം കാണുമല്ലോ ഗൈസ്. അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ ഗൈസ്? നമ്മളെല്ലാം ഒരുമിച്ച് നമ്മുടെ ഡ്രീം ഒക്കെ സ്വന്തമാക്കാം ഗൈസ്. ഡ്രീമൊക്കെ ആയിരിക്കട്ടെ, പക്ഷെ ആ കല നോക്കുമ്പോ നിങ്ങൾ കാണുന്നത് ആ ഒരു കല എന്ന് പറയുമ്പോഴേ അതാണ്. കയ്യൊന്നും ചെയ്ത് അച്ഛാ നമ്മുടെ വീഡിയോസ് കാണുന്ന കൊച്ചു കൊച്ചു പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് ഒരു മാതൃകയാണ് ഞാൻ ഗാന്ധിജി ചെയ്തത്. കാരണം അവര് ഭാവിയിൽ പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അന്തച്ച ഇതൊക്കെ കാണുമ്പോ കൊച്ചു പിള്ളേർ തെറ്റിദ്ധരിക്കും. ഒരു കല കാണിക്കണം, അതിനു വേണ്ടിയാണ് കമന്റ് ഇടറ. ഇവ രണ്ടുപേരും പറഞ്ഞ പോലെ എന്റെ സാധനത്തിൽ ലൈക്ക് ചെയ്യുക. അവൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പിള്ളേരെ അടി വയ്ക്കുന്നു. പിള്ളേരുടെ മാവ് മാറിയിരിക്കും. പിള്ളേരിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതേപോലെ സില്ലി കാര്യങ്ങൾ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്ട്രക്ചർ ഞാൻ ജയിച്ചേ. ഓക്കെ ബൈ. അതങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഗൈസ് നിങ്ങൾ ആത്മാർത്ഥതയോടെ കമന്റ് ചെയ്യുക ഗൈസ്, ഏത് കൊള്ളാന്ന് കേട്ടോ. ഏത് കൊള്ളാന്ന്. അപ്പോ ഈ വീഡിയോ സൂപ്പർ ആയിട്ട് ചെയ്ത എനിക്ക് എന്തെങ്കിലും നന്ദി. കൂടുതൽ നിങ്ങൾ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അല്ലാത്ത അക്കൗണ്ടിലും അപ്പൊ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ചെയ്യുക ഗൈസ്. കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് എന്റെ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കരയിൽ പോകണമെങ്കിൽ നമ്മളെ സഹായിക്കാണ്ട് കുറവാണ്. താങ്ക് യു.